മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും കാലം അവർ നൽകിയ കരുതലും സ്നേഹവും എല്ലാം മറന്ന് അവരെ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന കണ്ണിൽ ചോരയില്ലാത്ത മക്കളെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള മക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് തെലങ്കാന സർക്കാർ. അച്ഛനമ്മമാരെ നോക്കാതെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കും എന്നുള്ളതാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരിൽ നിന്ന് തുടങ്ങി പിന്നീട് ഘട്ടം ഘട്ടമായി സാധാരണക്കാരിലേക്കും എത്താനുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ശരിക്കും ഇങ്ങനെ അച്ഛനും അമ്മയും വേറെ താമസിക്കുന്നു, അല്ലെങ്കിൽ മക്കൾ വേറെ താമസിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുടുംബങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും പ്രശ്നം എന്ന് പറയുന്നത് ഇതങ്ങനെ വേർപെട്ട് താമസിക്കുന്നത് മാത്രമല്ല, അവരുടെ സ്വത്തെല്ലാം വാങ്ങി അച്ഛനും അമ്മയും ഇത്രയും കാലം ജീവിച്ച അവരുടെ സമ്പാദ്യം വെച്ച് അവർ കെട്ടിപ്പടുത്ത ആ വീട്ടിലോട്ട് താമസിക്കാനും പാടില്ല. അവരുടെ പണം മുഴുവൻ വേണം താനും, സ്വത്തിനായി മാത്രം അച്ഛനുമയും അമ്മയുമായുള്ള ബന്ധം കൊണ്ടുപോവുകയും അവരെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്കെതിരെയാണ് ഈ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. നമുക്കൊപ്പം KB ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, ഇത് എന്തായാലും ശരിക്കും സ്വാഗതാർഹമായ ഒരു നടപടി തന്നെയാണ് തെലങ്കാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതേ സമയം തന്നെ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു കടമ നിറവേറ്റാൻ എന്നോണം മാത്രം ഈ അച്ഛനമ്മമാരെ ഒന്നിച്ച് താമസിപ്പിക്കുമ്പോൾ അവർക്ക് ആ വീട്ടിൽ എന്തെങ്കിലും ദുരിതമുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അതേ വീട്ടിൽ തന്നെ ഭക്ഷണം കൊടുക്കാതെ അങ്ങനെയുള്ള വാർത്തകളും നമ്മൾ കാണാറുണ്ട്. അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ച് അങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നം കൂടി ഇതിനുണ്ടല്ലേ? ഇത് ഹിമ, നമ്മൾ ഒരു മനുഷ്യായുസ് മുഴുവൻ നമുക്ക് വേണ്ടി നമ്മളെ വളർത്താനും നമ്മളെ പഠിപ്പിക്കാനും നമ്മുടെ ഭാവി ശോഭനമാക്കാനും ചിലവിടുന്നവരാണ് മാതാപിതാക്കൾ. അവരുടെ ഒരു കാലം കഴിഞ്ഞ് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ ഈ അച്ഛനെയും അമ്മയും നോക്കാതെ നിരവധി ആളുകൾ ഇന്നത്തെ പൊതുസമൂഹത്തിലുണ്ട്. ഈ ഒരു തിരിച്ചറിവാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ തെലങ്കാന സർക്കാരിനെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുകയാണ് അറിയിച്ചു. അച്ഛനെ അമ്മയെ നോക്കാത്ത ആളുകൾ സർക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്നാണ് തെലങ്കാന സർക്കാരിൻ്റെ പുതിയ തീരുമാനം. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് വലിയ കയ്യടി കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ടി ചിലവിട്ട ആളുകളെ അവരുടെ വാർദ്ധക്യത്തിൽ നോക്കാനാവില്ല എങ്കിൽ നിങ്ങൾ എന്ത് മക്കളാണ് എന്നുള്ള ചോദ്യമൊക്കെയാണ് അവിടെ ഉയരുന്നത്. ഏതായാലും നേരത്തെ ഹിമ ചോദിച്ച പോലെ തന്നെ ഈ വീട്ടിൽ അവരെ താമസിപ്പിച്ച് മര്യാദയ്ക്ക് നോക്കാതെ, മര്യാദയ്ക്ക് കയറിയാതെ, സ്നേഹിക്കാതെയൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് പോലീസിൽ പരാതിപ്പെടാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ പരാതിപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അവർക്കെതിരെയും നടപടി ഉണ്ടാകും. അവരുടെ ശമ്പളമൊക്കെ കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാകും. അവർക്കെതിരെ കേസും എടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് എന്നാണ് തെലങ്കാന സർക്കാരും പോലീസും ഒക്കെ പറയുന്നത്. ഏതായാലും ഈ തീരുമാനത്തിന് പൊതുവിൽ കയ്യടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മക്കളുമെല്ലാം. അതായത് അച്ഛനെയും അമ്മയും നോക്കുക എന്നുള്ളത് വെറുമൊരു കടമ മാത്രമല്ല, നമ്മളെ സ്നേഹിച്ച് നമ്മളെ വളർത്തി നമ്മളെ വലുതാക്കി നമ്മുടെ ഭാവി ശോഭനമാക്കിയ ആളുകളെ അവർക്ക് തിരിച്ച് ഇതെല്ലാം കിട്ടാനുള്ള, അവർ ഈ ജീവിതകാലം മുഴുവൻ ഒരു 10-9 വർഷമൊക്കെ ജോലി ചെയ്ത ആളുകളാണ്. അവർക്ക് തിരിച്ചൊരു കെയറും കരുണയും സ്നേഹമെല്ലാം ലഭിക്കേണ്ട ഒരു സമയമാണ്. അവരെ ഒറ്റപ്പെടുത്തരുത് എന്നൊക്കെയുള്ള വലിയ സന്ദേശമാണ് ഈ ഒരു തീരുമാനത്തിലൂടെ സർക്കാർ നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ സർക്കാർ ജീവനക്കാരിലൊതുക്കി പതുക്കെ ഇത് ഏതെങ്കിലും തരത്തിലൊരു നിയമമാക്കാനാവുമോ അതിൻ്റെ ഒരു റെസ്പോൺസൊക്കെ നോക്കി മറ്റ് ഭാവി നടപടികൾ സ്വീകരിക്കാനാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നത്. ഈ രേവന്ത് റെഡ്ഡി സർക്കാർ വന്നതിന് ശേഷം എടുത്ത ചില തീരുമാനങ്ങളൊക്കെ ഇത്തരത്തിൽ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വരുന്ന നിരവധി തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ എടുത്തിട്ടുണ്ട്. അതിൽ ഒടുവിലത്തേതാണ് ഇത്തരത്തിലുള്ള ഒരു മാതാപിതാക്കൾക്ക്, വയോജനങ്ങൾക്ക് വേണ്ടി അവർക്കൊരു കൈത്താങ്ങുന്ന രീതിയിൽ എടുക്കാവുന്ന ഏറ്റവും മികച്ച തീരുമാനം ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. തീർച്ചയായും ശ്രീധരൻ, ഒരു മനുഷ്യായുസ് മുഴുവൻ നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരെ നോക്കാനുള്ള ത്രാണി നമ്മൾക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ പഠനം, നമ്മുടെ വിവാഹം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും അതിനുള്ള ചിലവുകളെല്ലാം വഹിച്ചിട്ടുണ്ടാവുക. പിന്നീട് നമുക്കൊരു ജോലി കിട്ടി സ്വന്തമായി അധ്വാനിച്ച് 4 കാശ് കയ്യിൽ വരുമ്പോൾ അവരെ അങ്ങ് ഒഴിവാക്കുന്ന രീതി ചില മനുഷ്യരിലെങ്കിലും കാണുന്നുണ്ട്. അതത്ര നല്ലതിനല്ല. അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് എന്തായാലും തെലങ്കാന സർക്കാരിന്റെ നീക്കം. അത് വലിയ രീതിയിൽ സ്വാഗതവും കിട്ടുന്നുണ്ട്, അതിനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം.